നമസ്കാരം. അധികാരത്തിന്റെ കളികൾ, ഭരണതന്ത്രത്തിന്റെ രഹസ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പുരാതന ഗ്രന്ഥത്തെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം, ഒരു രാഷ്ട്രം ആദ്യം മുതൽ ഉണ്ടാക്കണം. എന്തു ചെയ്യും? നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേബുക്ക് വേണ്ടേ അതിന്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുണ്ടല്ലോ, ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരാൾ ഉത്തരം എഴുതി വച്ചിട്ടുണ്ട്. ഒരു ഭാരതീയ തത്വചിന്തകൻ. ഭരണാധികാരികൾക്കുള്ള ഒരു അൾട്ടിമേറ്റ് മാനുവൽ തന്നെ അദ്ദേഹം തയ്യാറാക്കി. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് കൗട്ടില്യൻ, അല്ലെങ്കിൽ നമ്മൾ ചാണക്യൻ എന്നും പറയും. ആ മഹാനായ ആചാര്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് മക്കിയവെല്ലിയുടെ ദി പ്രിൻസ് ആയിരിക്കുമല്ലേ? എന്നാൽ ഒരു കാര്യം അറിയാമോ? അതിനും 1800 വർഷം മുൻപാണ് അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത്. അതുമാത്രമല്ല, ദി പ്രിൻസിനേക്കാൾ എത്രയോ സമഗ്രമാണ് അർത്ഥശാസ്ത്രം. സാമ്പത്തികം, സൈനികം, നിയമം, എന്തിന് ചാരപ്രവർത്തനം വരെ ഒരു രാജ്യത്തിന് വേണ്ട സകല കാര്യങ്ങളും ഇതിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണൊരു ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്? കൗടില്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാജാവിനെക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ സൈന്യത്തെക്കൊണ്ടോ മാത്രം ഒരു രാജ്യം നിലനിൽക്കില്ലെന്നാണ്. അതൊരു കെട്ടിടം പോലെയാണ്. അതിനു ശക്തമായ തൂണുകൾ വേണം. 7 തൂണുകൾ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 7 തൂണുകൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 7 ഘടകങ്ങളെന്ന്. ഇതിനെയാണ് സപ്താംഗ സിദ്ധാന്തമെന്ന് പറയുന്നത്. സപ്തമെന്നാൽ 7, അംഗമെന്നാൽ അവയവം. അതായത് ഒരു രാജ്യമെന്ന് പറയുന്നത് ജീവനുള്ളൊരു ശരീരം പോലെയാണ്. അതിന് 7 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് സ്വാമി, അതായത് ഭരണാധികാരി, രാജ്യത്തിന്റെ തല. പിന്നെ അമാത്യൻ, കാര്യങ്ങൾ നോക്കി നടത്തുന്ന മന്ത്രിമാർ. അടുത്തത് ജനപദം, രാജ്യത്തിന്റെ ഹൃദയമായ ജനങ്ങളും ഭൂമിയും. പിന്നെ രാജ്യത്തിന് കാവലായി ദുർഗം അഥവാ കോട്ടകൾ. സാമ്പത്തിക ശക്തിയായി കോശം, നമ്മുടെ ഖജനാവ്. രാജ്യത്തെ സംരക്ഷിക്കാൻ ദണ്ഡം അഥവാ സൈന്യം. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ മിത്രം, അതായത് നമ്മുടെ കൂട്ടാളികൾ. നോക്കൂ, ഈ 7-ൽ ഏതെങ്കിലും ഒന്നിനൊരു കുഴപ്പം പറ്റിയാൽ അത് ശരീരം മുഴുവൻ ബാധിക്കുന്നത് പോലെ രാജ്യത്തെയും ബാധിക്കും. ഈ 7 അംഗങ്ങളിൽ ഏറ്റവും പ്രധാനം സ്വാമി അഥവാ രാജാവാണ്. പക്ഷേ ഇവിടെയാണ് കൗടില്യന്റെ ഒരു ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഏകാധിപതിയല്ല കൗടില്യന്റെ രാജാവ്. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു സിഇഒ ആണ് അദ്ദേഹം. അതെ, ജനങ്ങളാണ് ആ കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ. അപ്പോ ഈ സിഇഒയുടെ വിജയം എങ്ങനെയാ നമ്മൾ അളക്കുക? ഖജാനാവിൽ എത്ര പണമുണ്ടെന്ന് നോക്കിയാണോ? അല്ല. കൗടില്യൻ പറയുന്നു, ജനങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നോക്കിയാണ് ഒരു രാജാവിന്റെ വിജയം അളക്കേണ്ടതെന്ന്. ഇതൊന്ന് കേട്ടു നോക്കൂ. പ്രജകളുടെ സന്തോഷത്തിലാണ് രാജാവിന്റെ സന്തോഷം, അവരുടെ ക്ഷേമത്തിലാണ് അവന്റെ ക്ഷേമം. എന്തൊരു ശക്തമായ വാക്കുകളാണിത്, അല്ലേ? 2300 വർഷം മുമ്പാണിത് പറഞ്ഞതെന്ന് ഓർക്കണം. അധികാരമെന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളൊരു ടൂൾ മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ലെന്ന് കൗടില്യൻ അസന്നിഗ്ധമായി പറയുകയാണ്. അപ്പൊ രാജാവിന് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്യത്ത് നിയമം നടപ്പിലാക്കണം, ഭരണം കാര്യക്ഷമമാക്കണം, ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജാവ് നിയമത്തിന് അതീതനല്ല. ധർമ്മം എന്നു പറയുന്ന നിയമവും നീതിയും രാജാവിനും ബാധകമാണ്. ശരി, രാജാവ് നല്ലയാളായി, നല്ല ആശയങ്ങളുമുണ്ട്. അതുകൊണ്ട് മാത്രമൊരു സാമ്രാജ്യം ഓടുമോ? ഇല്ല. അതിനൊരു സിസ്റ്റം വേണം, അല്ലേ? ഒരു മിഷനറി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം. ടാക്സ് പിരിക്കുന്നതു മുതൽ നീതി നടപ്പാക്കുന്നതുവരെ ആ ദൈനംദിന ഭരണത്തിന്റെ ചക്രം കറങ്ങണമല്ലോ. അതെങ്ങനെയാണ് കൗടില്യൻ സെറ്റ് ചെയ്തത് എന്ന് നോക്കാം. ഇതൊന്ന് നോക്കിയേ. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലെ തന്നെയുണ്ട്, അല്ലേ? രാജ്യത്തിന്റെ പണം കൈകാര്യം ചെയ്യാൻ ഒരു ട്രഷറി, അതായത് ഖജനാവ്. ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ കൃഷിവകുപ്പ്. കച്ചവടവും വ്യാപാരവും നോക്കാൻ ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, രാജ്യത്തിന് പുറത്തും അകത്തുമുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക്, അതായത് ചാരന്മാർ. എല്ലാം എന്ത് കൃത്യമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല, അഴിമതിക്കെതിരെയുള്ള ആക്ഷൻ. അതെ, അന്നേ ആന്റി കറപ്ഷൻ നിയമങ്ങളുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ എപ്പോഴും നിരീക്ഷിക്കും, ഓഡിറ്റിംഗ് നടത്തും. ആരെങ്കിലും കള്ളത്തരം കാണിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ രാജ്യത്തിന്റെ അകത്തെ കാര്യങ്ങളെല്ലാം സെറ്റായി. അത് മതിയോ? പോരാ. പുറത്തുനിന്നുള്ള ഭീഷണികളുണ്ട്, അയൽ രാജ്യങ്ങളുണ്ട്. അവരുമായി എങ്ങനെ ഇടപെടണം? ഇവിടെയാണ് അർത്ഥശാസ്ത്രം ശരിക്കും ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായി മാറുന്നത്. വിദേശനയം, ചാരപ്രവർത്തനം, ചുരുക്കി പറഞ്ഞാൽ ഒരു പുരാതന ഗെയിം ഓഫ് ത്രോൺസ്. അതിലെ ഒരു പ്രധാന ആശയമാണ് മണ്ഡല സിദ്ധാന്തം. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള രാജ്യം ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുവായിരിക്കാം.
പക്ഷേ ആ ശത്രുവിന്റെ തൊട്ടടുത്തുള്ള രാജ്യം നിങ്ങളുടെ മിത്രമാകാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുതന്നെ. ഓരോ രാജ്യത്തെയും ഒരു വൃത്തമായി കണ്ടാൽ ചുറ്റുമുള്ള ഈ വൃത്തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഒരു രാജാവിന് ഉപയോഗിക്കാൻ 6 തരം ടൂൾസ് ഉണ്ടെന്നാണ് കൗടില്യൻ പറയുന്നത്. ഇതിന്റെ പേരാണ് ഷഡ്ഗുണ്യം. ഏതൊക്കെയാണെന്നല്ലേ? 1 സന്ധി അഥവാ സമാധാനം, 2 വിഗ്രഹം അതായത് യുദ്ധം, 3 ആസനം ഒന്നും ചെയ്യാതെ മാറി നിന്ന് നിരീക്ഷിക്കുക, 4 യാനം യുദ്ധത്തിന് പുറപ്പെടുക, 5 സംശ്രയം നമ്മളെക്കാൾ ശക്തനായ ഒരാളുടെ കൂടെ കൂടുക, പിന്നെ 6ാമത്തത് ദ്വൈധീഭാവം. ഇതൊരു ഡബിൾ ഗെയിമാണ്. ഒരാളോട് സമാധാനം പറയുമ്പോൾ തന്നെ മറ്റൊരാളോട് യുദ്ധം ചെയ്യുക. സാഹചര്യമനുസരിച്ച് ഇതിലേതു വേണമെങ്കിലും പ്രയോഗിക്കാം. കൗടില്യന്റെ ഈയൊരു രീതിയാണ് നമ്മളിന്ന് റിയൽ പൊളിറ്റിക് എന്ന് പറയുന്നത്. അതായത് ശരി, തെറ്റ്, ധാർമ്മികത എന്നതിനേക്കാളൊക്കെ ഉപരി എന്താണ് പ്രായോഗികം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്താണ് നല്ലത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തരം രാഷ്ട്രീയം. രാജ്യത്തിന്റെ സുരക്ഷയാണ് പരമപ്രധാനം. ഈ റിയൽ പൊളിറ്റിക്സ് ശരിക്ക് വർക്കാവണമെങ്കിൽ എന്തു വേണം? വിവരം, ഇൻഫർമേഷൻ. അതിനുവേണ്ടിയാണ് അതിവിപുലമായൊരു ചാരവലയം തന്നെ കൗടില്യൻ വിഭാവനം ചെയ്തത്. രാജ്യത്തിന്റെ കണ്ണും കാതുമായിരുന്നു ഈ ചാരന്മാർ. കാരണം കൗടില്യൻ അറിയാമായിരുന്നു, ആരുടെ കയ്യിലാണോ അറിവുള്ളത് അയാളുടെ കയ്യിലായിരിക്കും ശക്തിയും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാരുടെ കാര്യമല്ലേ, ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളതെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭരണം, അധികാരം, മനുഷ്യന്റെ സ്വഭാവം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയല്ലേ? കൗടില്യന്റെ ഈ ചിന്തകൾക്ക് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പുരാതന ഗ്രന്ഥം ഇന്നും ഇത്ര പ്രസക്തമാകുന്നതെന്ന് നമുക്ക് നോക്കാം. അർത്ഥശാസ്ത്രത്തിന്റെ കാതൽ എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഉത്തരം യോഗക്ഷേമം എന്നാണ്. എന്താണ് യോഗക്ഷേമം? വളരെ ലളിതമാണ്. ജനങ്ങളുടെ ക്ഷേമം, അവരുടെ സുരക്ഷ, അവരുടെ അഭിവൃദ്ധി. കൗടില്യന്റെ ചാരന്മാരും യുദ്ധതന്ത്രങ്ങളും കർശനമായ നിയമങ്ങളും എല്ലാം അവസാനം ഈ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണെത്തുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ലോകത്തിലെ 3 വലിയ രാഷ്ട്രീയ ചിന്തകരെയാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ഒരറ്റത്ത് പ്ലേറ്റോ. അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റാണ്, അതായത് എല്ലാം തികഞ്ഞ ഒരു ആദർശ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റേ അറ്റത്ത് മാക്കിയാവെല്ലി, അധികാരം നേടാൻ എന്തു വഴിയും സ്വീകരിക്കാം എന്നു പറയുന്ന ഒരു പക്കാ പ്രാക്ടിക്കൽ ചിന്തകൻ. ഇനി കൗടില്യൻ എവിടെ വരും? അദ്ദേഹം മാക്കിയാവെല്ലിയെപ്പോലെ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. കൗടില്യന്റെ ലക്ഷ്യം വെറും അധികാരം പിടിച്ചെടുക്കലല്ല, ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് യോഗക്ഷേമം നൽകുക എന്നതാണ്. ആ ഒരൊറ്റ പോയിന്റിലാണ് കൗടില്യൻ ശരിക്കും വേറിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൗടില്യന്റെ ജീനിയസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ധാർമ്മികത, സാമ്പത്തികം, അധികാരം ഈ 3 കാര്യങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നല്ല ഭരണത്തിനു വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉണ്ടാക്കി എന്നതാണ്. ഇവയൊന്നും വേറെ വേറെയല്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? അധികാരം നേടലാണോ അതോ ജനങ്ങളുടെ ക്ഷേമമാണോ? കൗടില്യൻ തരുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. അധികാരമെന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു ഉപകരണം മാത്രമാണ്. ജനക്ഷേമം എന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്കെത്താനുള്ള ഒരു ഉപകരണം. ഈയൊരു ചിന്ത ഒരുപക്ഷേ ഇന്നും ലോകത്തിലെ ഏതൊരു നേതാവിനും ഏറ്റവും വലിയ പാഠമാണ്.